പൊതുവെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വനിതകളെ മത്സരിപ്പിക്കാൻ മുസ്ലിം ലീഗ് നേതൃത്വം വലിയ താല്പര്യമൊന്നും കാണിക്കാറില്ല. അപൂർവമായി മാത്രമേ ലീഗിൽ വനിതകൾ മത്സരിച്ചിട്ടുമുള്ളൂ. എന്നാൽ മാറിയ പുതിയ കാലത്ത് ഈ നിലപാടിൽ ലീഗ് നേതൃത്വം ഒരു മാറ്റം വരുത്തുമെന്ന പ്രതീക്ഷയിലാണ് ആ പാർട്ടിയിലെ വനിതാ പ്രവർത്തകർ ഉള്ളത്. അങ്ങനെ ലീഗ് പരിഗണന നൽകുമ്പോൾ മത്സരിപ്പിക്കാൻ ഏറെ യോഗ്യതയുള്ള നേതാവ് ഫാത്തിമ തഹ്ലിയാണ്. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഒരു പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിലൂടെ ശ്രദ്ധേയ സാന്നിധ്യമായി മാറിയ യുവ പോരാളിയാണ് തഹ്ലിയ. പ്രൊഫഷണൽ യോഗ്യത, തുറന്ന നിലപാടുകൾ, സംഘടനാ പാടവം എന്നിവയിൽ വേറിട്ട് നിൽക്കുന്ന ഈ യുവനേതാവ് സോഷ്യൽ മീഡിയകളിലും ചാനൽ ചർച്ചകളിലും നിറസാന്നിധ്യമാണ്. ഫാത്തിമ തഹ്ലിയ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിന്റെ പ്രധാന വനിതാ മുഖമായി രംഗത്ത് വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. പാർട്ടി നേതൃത്വം സ്വീകരിക്കുന്ന പരിഷ്കരണ നിലപാടുകളുടെയും വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കാനുള്ള സമ്മർദ്ദങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഫാത്തിമയ്ക്ക് സ്ഥാനാർത്ഥിത്വം നൽകിയാൽ അത് ലീഗ് രാഷ്ട്രീയത്തിലെ ഒരു നിർണായക നീക്കമായാണ് വിലയിരുത്തപ്പെടുക. പഠിക്കുന്ന കാലഘട്ടത്തിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന ഫാത്തിമ തഹ്ലിയ മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി വിഭാഗമായ MSF-ലൂടെയാണ് പൊതുരംഗത്തേക്ക് എത്തിയത്. MSF-ന്റെ ദേശീയ വൈസ് പ്രസിഡന്റ് അടക്കമുള്ള സ്ഥാനങ്ങൾ വഹിച്ചുകൊണ്ട് അവർ തന്റെ സംഘടനാ പാടവം തെളിയിച്ചിരുന്നു. ലീഗിന്റെ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു നീക്കത്തിലൂടെ യുവജന വിഭാഗമായ യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന പദവിയിലേക്ക് ഒരു വനിത എത്തുന്നത് ഫാത്തിമ തഹ്ലിയയിലൂടെയാണ്. ഈ പദവി സംഘടനയിൽ അവർക്ക് ലഭിച്ച പ്രാധാന്യത്തിന്റെയും സ്വീകാര്യതയുടെയും തെളിവായാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഫാത്തിമയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ മാധ്യമ ശ്രദ്ധ നേടിയ ഒരു പ്രധാന സംഭവം ഹരിത വിഷയത്തിൽ ലീഗ് നേതൃത്വവുമായി ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളായിരുന്നു. MSF-ന്റെ വനിതാ വിഭാഗമായിരുന്ന ഹരിതയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ MSF നേതാക്കൾക്കെതിരെ ഹരിത നേതാക്കൾ ലൈംഗിക അതിക്രമ ആരോപണം ഉന്നയിക്കുകയും ഈ വിഷയത്തിൽ പാർട്ടി നേതൃത്വത്തിന്റെ നടപടി വൈകുന്നു എന്നാരോപിച്ച് അവർ വനിതാ കമ്മീഷനെ സമീപിക്കുകയും ചെയ്തു. പാർട്ടി ഘടനയ്ക്ക് വിരുദ്ധമായി വനിതാ കമ്മീഷനിൽ പരാതി നൽകിയതിനെ തുടർന്ന് ഹരിതയുടെ സംസ്ഥാന കമ്മിറ്റി തന്നെ ലീഗ് നേതൃത്വം ഇടപെട്ട് മരവിപ്പിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. തുടർന്ന് ഫാത്തിമ തഹ്ലിയ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് സസ്പെൻഷൻ നേരിടേണ്ടി വരികയും ചെയ്തു. എന്നാൽ പിന്നീട് തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും പൂർവാധികം ശക്തിയോടെ തിരികെയെത്തി യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയായി നിയമിക്കപ്പെടുകയും ചെയ്തതിലൂടെ പാർട്ടിക്കുള്ളിൽ ഇപ്പോഴും താൻ അവഗണിക്കാൻ പറ്റാത്ത പ്രവർത്തകയാണെന്നാണ് തഹ്ലിയ തെളിയിച്ചിരിക്കുന്നത്. അവരുടെ മടങ്ങിവരവ് ലീഗിന്റെ മാറുന്ന സമീപനത്തിന്റെ സൂചനയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഒരു യുവ അഭിഭാഷക എന്ന നിലയിൽ ഫാത്തിമ തഹ്ലിയയ്ക്ക് പൊതുസമൂഹത്തിൽ മികച്ച പ്രതിച്ഛായയുണ്ട്. പൊതുരംഗത്തും ചാനൽ ചർച്ചകളിലും ലീഗിന്റെ നിലപാടുകൾ വ്യക്തമായും ശക്തമായും അവതരിപ്പിക്കാൻ കഴിവുള്ള നേതാവായതിനാൽ ലീഗ് അനുഭാവികൾക്കിടയിലും അവർക്ക് സ്വീകാര്യത വർദ്ധിച്ചിട്ടുണ്ട്. മാറുന്ന കാലത്തിനനുസരിച്ച് യുവത്വവും പ്രൊഫഷണൽ യോഗ്യതയുമുള്ള വനിതാ നേതാക്കളെ നിയമസഭയിലേക്ക് കൊണ്ടുവരണമെന്ന സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ താല്പര്യവും ഈ യുവ വനിതയ്ക്ക് അനുകൂലമായ ഘടകമാണ്. ലീഗ് നിലവിൽ നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ഒന്നാണ് നേതൃനിരയിലെ വനിതാ പ്രാതിനിധ്യം. സിറ്റിംഗ് MLA-മാരിൽ പലരെയും മാറ്റി നിർത്താൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ ഫാത്തിമയെ പോലുള്ള യുവ നേതാക്കളെ മത്സരിപ്പിക്കുന്നത് ഈ വിഷയത്തിൽ പാർട്ടിക്ക് നേരിടുന്ന പൊതുസമ്മർദ്ദം കുറയ്ക്കാൻ സഹായകരമാകുമെന്നാണ് വിലയിരുത്തൽ. ഫാത്തിമ തഹ്ലിയയെ മത്സരിപ്പിക്കാൻ ലീഗ് പരിഗണിക്കുകയാണെങ്കിൽ അത് മലബാർ മേഖലയിലെ മണ്ഡലങ്ങളിലാകാനാണ് സാധ്യതയും. അവരുടെ ജന്മസ്ഥലവും പ്രധാന പ്രവർത്തന കേന്ദ്രവുമായ കോഴിക്കോട് ജില്ലയിൽ ലീഗ് മത്സരിക്കുന്ന സീറ്റുകളിൽ ഏതെങ്കിലും ആയിരിക്കും നൽകാനും പോകുന്നത്. യൂത്ത് ലീഗിന്റെ യുവമുഖം എന്ന നിലയിൽ വിജയിക്കാൻ സാധ്യതയുള്ള A ഗ്രേഡ് മണ്ഡലങ്ങളിൽ തന്നെ അവർ പരിഗണിക്കപ്പെടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. പാർട്ടിയിലെ യുവജന വനിതാ വിഭാഗത്തിലെ അതൃപ്തി പരിഹരിക്കാനും അവർക്ക് പുതിയ ഊർജം നൽകാനും ഫാത്തിമയുടെ സ്ഥാനാർത്ഥിത്വം ലീഗിനെ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. നിലവിൽ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് ഔദ്യോഗിക സൂചനകൾ ഒന്നും തന്നെ വന്നിട്ടില്ലെങ്കിലും മുസ്ലിം ലീഗിന്റെ യുവ വനിതാ മുഖങ്ങളിൽ ഏറ്റവും മുൻഗണന നൽകുക ഫാത്തിമ തഹ്ലിയയ്ക്കാണെന്ന സൂചന എന്തായാലും ചില നേതാക്കൾ നൽകുന്നുമുണ്ട്.